ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന് ഔദ്യോഗിക വസതി നൽകാമെന്ന് കേന്ദ്ര സർക്കാർ. ദേശീയ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിലാണ് വസതി അനുവദിക്കുക. 10 ദിവസത്തിനുള്ളിൽ വസതി അനുവദിക്കും എന്ന് കേന്ദ്രം ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അജീഷ് ജയകുമാറിലേക്ക് വരാം. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് അജീഷ് ജയകുമാർ നൽകാൻ പോകുന്നത്. മുൻ മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന് ഔദ്യോഗിക വസതി നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അക്കാര്യം ഡൽഹി ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിലായിരിക്കും കെജ്രിവാളിന് ഈ ഔദ്യോഗിക വസതി അനുവദിക്കാൻ പോകുന്നത് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. 10 ദിവസത്തിന് ഉള്ളിൽ ഈ വസതി കെജ്രിവാളിന് അനുവദിക്കും എന്ന് ഡൽഹി ഹൈക്കോടതിയെ കേന്ദ്ര സർക്കാർ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അജീഷ് ജയകുമാർ നൽകും. അജീഷ്, എന്താണ് ഈ അരവിന്ദ് കെജ്രിവാളിന് ഔദ്യോഗിക വസതി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇന്ന് ഡൽഹി ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്? GK ഈ നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ആഴ്ച ഈ ഹർജി പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഡൽഹി ഹൈക്കോടതി നടത്തിയത്. അതായത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഔദ്യോഗിക വസതികൾ ദേശീയ നേതാക്കൾക്ക്, ദേശീയ പാർട്ടിയുടെ അധ്യക്ഷന്മാർക്ക് അനുവദിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഡൽഹി ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സച്ചിൻ ദത്തയാണ് ഈ ഹർജി പരിഗണിച്ചിരുന്നത്. 1 വർഷം മുമ്പാണ് അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന് ഔദ്യോഗിക വസതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര അർബൻ ഹൗസിംഗ് മന്ത്രാലയത്തിന് കത്തയക്കുകയും പിന്നീട് അവർ ആവശ്യപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തത്. പക്ഷേ ആദ്യം നൽകിയ ഈ ഔദ്യോഗിക വസതി അത് ടൈപ്പ് 5 ആണെന്ന് ആരോപിച്ചുകൊണ്ട് അത് വിസമ്മതിക്കുകയായിരുന്നു. അതിന് ശേഷം ടൈപ്പ് 7 ടൈപ്പ് 8 ഔദ്യോഗിക വസതിയോ വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ അത് മറ്റൊരു കേന്ദ്രമന്ത്രിക്ക് നൽകിയെന്നൊരു വിശദീകരണമായിരുന്നു ഈ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. പിന്നീടാണ് ഡൽഹി ഹൈക്കോടതിയെ ആം ആദ്മി പാർട്ടി സമീപിച്ചത്. അതിനുശേഷം ഈ കേന്ദ്രത്തോട് വിശദീകരണം തേടിയപ്പോഴാണ് ഇന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്ന് നേരിട്ട് ഹാജരായി തന്നെ പറഞ്ഞു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ആം ആദ്മി പാർട്ടി നാഷണൽ കൺവീനർ എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് ഔദ്യോഗിക വസതി അറിയിക്കാമെന്ന് പറഞ്ഞത്. മാത്രമല്ല ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഏത് തരത്തിലുള്ള വസതിയാണ് നൽകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നേരത്തെ തന്നെ അറിയിക്കണം. നേരത്തെ പോലെ ഈ കുറഞ്ഞ ടൈപ്പ് 5 ടൈപ്പ് 4 തരത്തിലുള്ള ഈ വസതിയാണെങ്കിൽ തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് അഭിഭാഷകൻ കോടതി അറിയിച്ചു. എന്നാൽ കോടതി അതിനെ പരിഹസിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീടാണ് വേണ്ടതെന്ന് അത് കോടതിക്ക് തീരുമാനിക്കാനാവില്ല, എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കൂ എന്ന തരത്തിലുള്ള ഒരു പരാമർശം കോടതി നടത്തിയിരുന്നു. മാത്രമല്ല ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് വൈകാതെ ഇറക്കുമെന്നും ഡൽഹി ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. ശരി, അജീഷ് ജയകുമാർ ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.